ഇന്ന് നമുക്ക് തന്നെ നാടൻ രീതിയിൽ വെച്ചിട്ടുള്ള ആട്ടിൻകാൽ സൂപ്പ് റെഡിയാക്കി എടുക്കാം. ഒരുപാട് മരുന്നുകൾ ഇട്ട് വെച്ചിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, അല്പം മല്ലിയില, ഒരു ടൊമാറ്റോയുടെ പകുതി കഷ്ണങ്ങളാക്കിയത്, പിന്നെ ചെറിയുള്ളിയാണ് വേണ്ടത്. എത്ര അധികം എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കാം. ഞാനിവിടെ 2 പിടി ചെറിയുള്ളി എടുത്ത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചതച്ചെടുത്താലും മതി. അല്പം ലെമൺ ജ്യൂസ്, ഒരു 1/4 ടീസ്പൂൺ മോദകം, 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ചതുകുപ്പ, 1.5 ടേബിൾ സ്പൂൺ പുത്തിരിച്ചുണ്ടയുടെ വേര്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ഇനി മട്ടൻ്റെ എല്ലാണ് വേണ്ടത്. അത് 1 കിലോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതിനകത്ത് രോമമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു അരമണിക്കൂർ വിനാഗിരി ഇട്ടിട്ടുള്ള വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെക്കുക. അതിൻ്റെ മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പുത്തിരിച്ചുണ്ടയുടെ വേര്, ചെറിയ ജീരകം, മല്ലി, കുരുമുളക്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതുപോലെ ക്രഷ് ചെയ്ത് തന്നെ ചേർത്താൽ മതി. അപ്പോൾ ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പുത്തിരിച്ചുണ്ടയുടെ വേരും ചതുകുപ്പയും ഇല്ലെന്നുണ്ടെങ്കിലും ഈ ഒരു സൂപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 മരുന്നും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആവുമെന്ന് മാത്രം. അപ്പോൾ അതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു കുക്കർ എടുക്കുക, വലിയ കുക്കർ തന്നെ എടുക്കുക. അതിനകത്തേക്ക് മട്ടൻ, ചെറിയുള്ളി, പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില, കറിവേപ്പില, ടൊമാറ്റോ, പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും, പിന്നെ അതുപോലെ തന്നെ അയമോദകം, വിനാഗിരി, ലെമൺ ജ്യൂസ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, 1 ടീസ്പൂൺ വലിയ ജീരകം, 3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 2.25 ലിറ്റർ വെള്ളം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂൺ വീതം, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ അരിഞ്ഞിട്ട് കൊടുത്താലും മതി. ഇനി ഇത് അടുപ്പിൽ കടന്ന് 12 വിസിൽ വരുന്നത് വരെ കുക്കായി കിട്ടണം. ആദ്യത്തെ വിസിൽ മീഡിയം ഫ്ലെയിമിലും ബാക്കി 11 വിസിലും ലോ ഫ്ലെയിമിലുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും സമയം എടുത്ത് കുക്കായി വരേണ്ട ഒന്നാണ് കേട്ടോ. നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ആവി മുഴുവൻ പോയതിനു ശേഷമാണ് തുറക്കേണ്ടത്. ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലഷൊക്കെ എല്ലിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വരുന്ന വിധത്തിലാണുള്ളത്. ഈ എല്ല് പോലും നന്നായിട്ട് സോഫ്റ്റായിട്ട് പൊടിഞ്ഞ് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞ് വരുന്ന പരുവത്തിലാണുള്ളത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സൂപ്പൊക്കെ ഉപ്പൊക്കെ റെഡിയാണ്, എരിവൊക്കെ നല്ല കറക്റ്റാണ് കേട്ടോ. ഒന്നും കൂടുതൽ ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ഫ്ലഷ് കണ്ടോ, തൊടുമ്പോഴേക്കും ഇങ്ങ് എല്ലിൽ നിന്ന് അടർന്ന് വരുന്നുണ്ട്. ഇനി എല്ലിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു എല്ലാണേ. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞിങ്ങ് വരും. ആ ഒരു പരുവത്തിലാണ് ഇത് കുക്കാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ എല്ലൊക്കെ നമുക്ക് ചവച്ച് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ നെയ്യിൻ്റെ പീസൊക്കെ കുറവാണ് കേട്ടോ, ഇറച്ചിയൊക്കെ കുറവാണ്. നമ്മൾ എല്ലാണ് ഇതിൽ കാര്യമായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക്